പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രമതി ഫിനാൻഷ്യർക്ക് കൊടുക്കാനുള്ള പണവുമായിട്ട് വീട്ടിൽ നിന്നും പുറത്തു പോകുകയാണ്. അതേസമയം തന്നെയായിരിക്കും സച്ചിയും ഫിനാൻഷ്യറെ കാണാനായിട്ട് പോവാൻ ഒരുങ്ങുന്നത്. ആ സമയം രേവതി അവിടേക്ക് വന്ന് ഞാനും കൂടി വരട്ടെ സച്ചി ഏട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട അന്ന് തന്നെ അമ്പലത്തിൽ വന്ന് നീ എല്ലാം കുളമാക്കിയില്ലേ എന്നെല്ലാം പറയുമ്പോൾ ഞാൻ അതിനൊന്നുമല്ല സച്ചിയേട്ടൻ്റെ കൂടെ വരുന്നത്. എനിക്ക് വീട്ടിലൊന്ന് പോകണം. കുറച്ച് നാളായി ഞാൻ വീട്ടിലേക്ക് പോയിട്ട് എന്നെ വീട്ടിൽ വിട്ടാൽ മതി എന്നൊക്കെ രേവതി പറയുമ്പോൾ സച്ചി അങ്ങനെ അവളെയും കൂട്ടി പോവാൻ ഒരുങ്ങുകയാണ്. ചന്ദ്രമതി റോഡിലൂടെ നടന്നു പോകുന്നത് കാണുന്ന രേവതി അമ്മതേ പോകുന്നു, അമ്മയും നമുക്ക് കാറിൽ കയറ്റാമെന്നൊക്കെ പറയുമ്പോൾ ഒന്നും വേണ്ട, റോഡിലൂടെ നടന്നു പോകുന്നവരെയൊക്കെ കയറ്റാൻ ഞാൻ എന്താ ബസ്സാണോ ഓടിക്കുന്നത്, നടന്നു പോയാൽ മതി, നീ കയറെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെയും കാറിൽ കയറ്റി സച്ചി കാർ മുമ്പോട്ട് എടുക്കുകയാണ്. അതേസമയം തന്നെ റോഡിൽ ശരത്ത് തന്റെ കൂട്ടുകാരനോട് ചന്ദ്രമതി തന്നെ കള്ളനാക്കിയതും എല്ലാവരുടെയും മുമ്പിൽ തന്നെ ആക്ഷേപിച്ചതും അതെനിക്ക് ഒരിക്കലും പൊറുക്കാനാവില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പണം എടുക്കാതെ തന്നെ നിന്നെ അവർ കള്ളനാക്കിയില്ലേ, അവർക്കിട്ട് ഒരു പണി കൊടുക്കണം, നീ വാന്നും പറഞ്ഞുകൊണ്ട് ആ ഫ്രണ്ട് ശരത്തിനെയും കൂട്ടി പോവാണ്. ചന്ദ്രമതി അങ്ങനെ റോഡിലൂടെ ക്യാഷുമായിട്ട് നടന്നു പോകുമ്പോൾ ഹെൽമറ്റ് ധരിച്ച് ബൈക്കിൽ വന്ന ശരത്തും കൂട്ടുകാരനും ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും ആ പണം തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അയ്യോ എന്റെ പണം എല്ലാം കള്ളൻ കൊണ്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി റോഡിലിരുന്ന് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. ആൾക്കാരൊക്കെ ഓടി വന്ന് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട, എനിക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്, ഇല്ലെങ്കിൽ എന്റെ വീട് കൈവിട്ടു പോകും. ഫിനാൻസ് ഓഫീസിലെത്തിയ ചന്ദ്രമതി എന്റെ കയ്യിൽ തരാൻ ക്യാഷ് ഇല്ല, ക്യാഷ് എല്ലാം കള്ളന്മാർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും അയാൾ അത് വിശ്വസിക്കുന്നില്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എന്റെ പണം ഇപ്പൊ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പുറം ലോകം കാണില്ല എന്നും പറഞ്ഞ് അയാൾ അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫിനെ വിളിക്കുന്നുണ്ട്. ലേഡി സ്റ്റാഫിനോട് പണം തരുന്നത് വരെ ചന്ദ്രമതിയെ ഒരു ഇരുട്ട് റൂമിൽ അടച്ചിടാൻ ആവശ്യപ്പെടുന്നുണ്ട് അയാള്. കേട്ട് ചന്ദ്രമതി അയ്യോ വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്, ഞാൻ ഉടനെ തന്നെ പണം തരാമെന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീ ചന്ദ്രമതിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു ഇരുട്ട് റൂമിൽ അടച്ചിടുകയാണ് ചെയ്യുന്നത്. മോളെ എന്നെ ഒന്ന് രക്ഷിക്കേ, എന്റെ വീട്ടിൽ ഇതറിഞ്ഞാൽ എന്റെ വില പോകും, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുകയാണ് ചന്ദ്രമതി. അതേസമയം രേവതിയെയും കൂട്ടി പോകുന്ന സച്ചിക്ക് ഒരു ട്രിപ്പിനായിട്ട് കോൾ വരുന്നുണ്ട്. ആ ട്രിപ്പ് ഏറ്റെടുക്കുന്ന സച്ചി രേവതിയെ ഒരു ഓട്ടോ വിളിച്ച് അതിൽ പറഞ്ഞേക്കാണ്. പോകുന്ന വഴിക്ക് ഫിനാൻഷ്യറുടെ അടുത്ത് കയറി ഈ പണവും അവരെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി തന്റെ കയ്യിലുള്ള പണവും രേവതിയെ ഏൽപ്പിക്കുന്നുണ്ട്. ഫിനാൻഷ്യറുടെ അടുത്തെത്തിയ രേവതി പണമൊക്കെ അടിച്ച് അതിന്റെ രസീറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും താഴെ നിന്ന് ഒരു നിലവിളി കേൾക്കുന്നത്. രേവതി അവിടുത്തെ സ്റ്റാഫിനോട് കാര്യം അന്വേഷിക്കുമ്പോൾ ഒരു സ്ത്രീ വീട്ടിലാരും അറിയാതെ ഇവിടെ ആധാരം പണയം വെച്ചിരുന്നു, ഇപ്പൊ അതിന്റെ പലിശയും മുതലും പോലും ഇല്ലാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ മുതലാളി അവരെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന രേവതിയാണെങ്കിലും ആശ്ചര്യത്തോടെ വീട്ടിലാരും അറിയാതെ ആധാരം പണയം വെക്കുകയോ അവരെ സമ്മതിക്കണമെന്നൊക്കെ സ്വയം പറയുന്നുണ്ട്. ഇങ്ങനെ പണം അടച്ച റെസീറ്റ് ഒക്കെ വാങ്ങി തിരികെ പോകാൻ ഒരുങ്ങുന്ന രേവതിക്ക് വീണ്ടും ആ നിലവിളി ശബ്ദം കേൾക്കുമ്പോൾ ചന്ദ്രമതിയുടെ ശബ്ദം പോലെ തോന്നണേ. സംശയം തോന്നിയ രേവതി താഴേക്കിറങ്ങി നോക്കുമ്പോഴായിരിക്കും ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അമ്മയാണ് ഫിനാൻഷ്യർ തടവിലാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുന്നതും രേവതി ആകെ ഷോക്ക്ഡാവാണ്. രേവതി ഉടനെ തന്നെ ചന്ദ്രയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് അമ്മ എന്താ ഇവിടെ, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ദേഷ്യത്തോടെ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. രേവതി വീണ്ടും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാകുന്ന ചന്ദ്രമതി എല്ലാം അവളോട് തുറന്നു പറയുകയാണ്. രേവതി ഉടനെ തന്നെ സച്ചിയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അമ്മയെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ളത് അടക്കം ഇവരും അറിയുന്ന സച്ചി ഒട്ടും താമസിക്കാതെ രവീന്ദ്രനെയും ശ്രീകാന്തിനെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഫിനാൻഷ്യർ ഓഫീസിൽ എത്തുന്നുണ്ട്. ഇവരെല്ലാവരും ഫിനാൻഷ്യറോട് കുറെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അയാൾ ഒരു ഒത്തുതീർപ്പിനും തയ്യാറാവുന്നില്ല. ഒടുവിൽ അയാൾ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങൾ എല്ലാവരും മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തരുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മയെ വിട്ടയക്കാമെന്ന്. ചന്ദ്രമതിയെ ദഹിപ്പിക്കുന്ന രീതിയിൽ ഒന്ന് നോക്കിക്കൊണ്ട് എല്ലാവരും അതിന് സമ്മതിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒപ്പിട്ട് തരണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയം അവിടെ ഇല്ലാതിരുന്ന ശ്രീകാന്തിനെയും വിളിച്ചു വരുത്തുന്നുണ്ട് സച്ചി. അങ്ങനെ മുദ്രപത്രത്തിൽ രവീന്ദ്രന്റെയും മക്കളുടെയും എല്ലാം ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് ഫിനാൻഷ്യർ. ഇപ്പോൾ നിങ്ങളുടെ അമ്മ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസ തിരിച്ചു തരാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുപോയ 15 ലക്ഷം മുതലും പലിശയും അടക്കം എനിക്ക് തിരിച്ചു കിട്ടണം. അങ്ങനെയായാൽ ഈ ആധാരം നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും എല്ലാം എല്ലാവരോടുമായിട്ട് പറയുകയാണ് അയാൾ. അങ്ങനെ എല്ലാവരും കൂടി ഫിനാൻഷ്യർ കാണിച്ചു കൊടുത്ത് മുദ്രപത്രത്തിൽ ഒപ്പിടുന്നുണ്ട്. വളരെ സങ്കടത്തോടു കൂടിയായിരിക്കും രവീന്ദ്രനൊക്കെ ഒപ്പിടുന്നത്. അങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതിയെ അവർക്കൊപ്പം പറഞ്ഞു വിടുകയാണ് അയാള്. അങ്ങനെ വീട്ടിലെത്തുന്നതും ചന്ദ്രമതിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എല്ലാവരും കൂടി. ഇതിനാണ് ആധാരം പണയം വെച്ചതെന്നും ആർക്ക് വേണ്ടിയിട്ടാണ് ഇനി ആധാരം പണയം വെച്ച് പൈസ കൊടുത്തതെന്നെല്ലാം മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര ഒന്നും തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. ചിലപ്പോൾ ഈ ടുട്ടുമോന് വേണ്ടിയിട്ടായിരിക്കും അമ്മ ആധാരം പണയം വെച്ച് പൈസ വാങ്ങിയിരിക്കുക. ഇത്രയും രൂപ എടുത്തിട്ടും നമ്മൾ ആരോടും പറയാതെ ആധാരം വെച്ച് പൈസ വാങ്ങിച്ചു. എന്ത് ധൈര്യത്തിലാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ്
രവീന്ദ്രനെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് സച്ചി. ശരിയാണ്, ഒരു വാക്ക് പോലും ആരോടും പറയാതെയാണ് അമ്മ ഇങ്ങനെ ചെയ്തത്. എന്ത് ആവശ്യത്തിനാണ് അമ്മ ആധാരം പണയം വെച്ചതെന്ന് ശ്രീകാന്തും ചോദിക്കുന്നുണ്ട്. സച്ചിയുടെ ആവശ്യത്തിന് ആധാരം പണയം വെച്ച് കുറച്ച് പൈസ ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത്? അത് ചെയ്യണ്ടെന്ന്, അതിന് നീ സമ്മതിക്കില്ലെന്ന്. എന്നിട്ട് അമ്മ തന്ന പൈസയിൽ നിന്നും നീ അവനെ എടുത്തു കൊടുത്തു. വിശ്വസിച്ചതാടി ഞാൻ ചെയ്ത തെറ്റ്. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് രവീന്ദ്രനും ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒടുവിൽ ചന്ദ്രമതി മനസ്സില്ലാ മനസ്സോടെ കാര്യം പറയാൻ തീരുമാനിക്കുകയാണ്. ആധാരം പണയം വെച്ചത് ശ്രുതിക്ക് വേണ്ടിയിട്ടാണ്. ആ പൈസ കൊണ്ടാണ് അവൾ പാർലർ തുടങ്ങിയതെന്നൊക്കെ ചന്ദ്രമതി നിസ്സാരമായിട്ട് പറയുമ്പോൾ എല്ലാവരും ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. നേരം സച്ചി ഒരു പുച്ഛത്തോടെ, ഓഹോ, ഈ പാർലർ അമ്മ ദിവസവും ഞെളിഞ്ഞു പോകുന്നത് ഞങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ പാർലറിലേക്കാണല്ലേ? നിനക്കായിരുന്നല്ലേ അമ്മ പൈസ തന്നത്? എന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ പാവത്താനെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെയായിരുന്നു ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, 3 നേരവും ഇതൊക്കെയായിരുന്നല്ലോ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതും എന്റെ പൈസയ്ക്ക്. പിന്നെ നീ വലിയ സ്റ്റാറ്റസിന്റെ കാര്യമൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ. മറ്റുള്ളവരുടെ പൈസ വാങ്ങിച്ചെടുക്കുന്നതിന് ഒരു സ്റ്റാറ്റസ് കുറവുമില്ലേ? എന്തായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ ആധാരം തിരിച്ചു കിട്ടിയേ മതിയാവൂ. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ ആധാരം തിരിച്ചു കിട്ടിയേ മതിയാവൂ എന്ന് തന്നെ തീർത്ത് പറയുകയാണ് സച്ചി. ഒടുവിൽ സച്ചിക്ക് മുമ്പിൽ തോൽക്കാൻ മനസ്സില്ലാതെ എന്ത് ചെയ്തിട്ടായാലും ആധാരം തിരിച്ചെടുത്ത് തരാമെന്ന് തന്നെ സമ്മതിക്കുകയാണ് ശ്രുതി. ശ്രുതി നേരെ ചെന്ന് മീരയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും എങ്ങനെയെങ്കിലും 15 ലക്ഷം രൂപയെങ്കിലും കൊടുത്തു തീർക്കണമെന്നെല്ലാം പറയുമ്പോൾ മീരയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ശ്രുതി വീണ്ടും പറയുന്നത്, ഇനി എനിക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ മേടിച്ച പൈസ തിരിച്ചു കൊടുത്തേ മതിയാവൂ. അല്ലെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആ സച്ചി അവിടെ ഉള്ളപ്പോൾ. അവൻ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്കറിയോ? മാത്രവുമല്ല, ഇതിനിടയിലാണ് ആ നവീനും ക്യാഷ് ചോദിച്ചു വിളിക്കുന്നത്. എന്ത് ചെയ്യും മീരെ? ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ എന്നെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശ്രുതി. ഒടുവിൽ തൽക്കാലം രക്ഷപ്പെടാനെന്നോണം തന്റെ സ്വപ്നമായിട്ടുള്ള പാർലർ ആരെയും അറിയിക്കാതെ വിൽക്കാൻ തീരുമാനിക്കുകയാണ് ശ്രുതിയും മീരയും. പാർലർ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്തുകയും ആ ലേഡിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് ശ്രുതിയും മീരയും. നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരു പാർലർ അല്ലേ അതെ? നിന്റെ സ്വപ്നമായിരുന്നില്ലേ? അത് വിൽക്കണമെന്നൊക്കെ അവര് ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ല മാഡം, എനിക്കിപ്പോൾ ക്യാഷിന് ഒരുപാട് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് മാഡം തന്നെ അത് ഏറ്റെടുത്ത് അതിനനുസരിച്ചുള്ള ക്യാഷ് നൽകണമെന്നൊക്കെ പറയുകയാണ് ശ്രുതി. 13 ലക്ഷത്തിന് അവരത് ഏറ്റെടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊന്നും ശ്രുതി അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് വേറെ വഴിയില്ലാതെ സമ്മതിച്ചു പോവുകയാണ്. പിന്നെ ശ്രുതി പാർലർ എല്ലാം വിറ്റ് ആ പൈസ ചന്ദ്രമതിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതാമ്മേ ക്യാഷ്, ഇതിൽ 10 ലക്ഷം രൂപയുണ്ടെന്നൊക്കെ ശ്രുതി പറയുമ്പോ 10 ലക്ഷം രൂപ കൊണ്ട് എന്താവാനാ? ഒന്നുമാവില്ല. പലിശ അടക്കം 15 ലക്ഷം രൂപയാണ് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ പിന്നെ ബാക്കി പൈസയും കൂടി കൊടുക്കണ്ടേന്നൊക്കെ പറയുമ്പോ അത് പിന്നെ അമ്മേ, എനിക്ക് പാർലർ തുടങ്ങാൻ അമ്മ 10 ലക്ഷം രൂപയല്ലേ തന്നത്? അപ്പോൾ പിന്നെ ഞാൻ അതല്ലേ അമ്മയ്ക്ക് തിരികെ തരേണ്ടതുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ്. സമയം ചന്ദ്രമതി പറയുന്നത്, അങ്ങനെയല്ലല്ലോ മോളെ, ഞാൻ നിങ്ങളുടെ കല്യാണ ചെലവിന് വേറെയും വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മോളാ മുഴുവൻ പൈസയും എനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുമ്പോ ആകെ പോവാണ് ശ്രുതി. ഞാൻ എന്തായാലും നോക്കട്ടെ അമ്മേ, വൈകിട്ടാവുമ്പോഴേക്കും ബാക്കി ക്യാഷും കൂടി ഒപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ടെൻഷനോടെ മീരയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. വീണ്ടും പൈസ തികയില്ല മീര, ഇനിയും വേണം 2 ലക്ഷം രൂപ. അതിനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോ പാർലറിലെ ഒരു സ്റ്റാഫ് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരാളുണ്ട്, അയാളുടെ അടുത്ത് നിന്ന് പലിശയ്ക്ക് ക്യാഷ് വാങ്ങിക്കാമെന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുമ്പോ അതുപോലെ ചെയ്യാൻ തീരുമാനിക്കുകയാണ് ശ്രുതി. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്നും പണം മേടിക്കാനായിട്ട് പോകുകയാണ് ശ്രുതിയും മീരയും കൂടി. അയാൾ എന്ന് പറയുന്നത് ശരത്തിന്റെ കൂട്ടുകാരനായിരിക്കും. ഇവർ ഒരുമിച്ചാണ് പണ്ട് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചതും അതുപോലെ തന്നെ ചന്ദ്രയുടെ പണം തട്ടിപ്പറിച്ചു കൊണ്ടുപോയതുമെല്ലാം. അങ്ങനെ മീര ആദ്യം അയാളുടെ അടുത്തേക്ക് ചെന്ന്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേഡത്തിന് കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുമ്പോ മേഡത്തിനെ വിളിക്കാൻ പറയുന്നുണ്ട് അയാള്. ശ്രുതിയും വന്ന് അയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നതും ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോവാണ്. അങ്ങനെ ശരത്തിന്റെ കൂട്ടുകാരൻ ക്യാഷ് എടുത്ത് ശ്രുതിക്ക് കൊടുത്തുകൊണ്ട് എണ്ണി നോക്കാനൊക്കെ പറയുമ്പോ ഇത് കണ്ടിട്ട് 2 ലക്ഷം രൂപയുണ്ടെന്ന് തോന്നുന്നു, എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വേഗം അവിടെ നിന്ന് പോവാനൊരുങ്ങാണ്. ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ പോവാനൊരുങ്ങുന്ന അവരെ കൊണ്ട് നിർബന്ധിച്ച് ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിക്കുന്നുണ്ട് അയാള്. അങ്ങനെ ക്യാഷും വാങ്ങിച്ച് തിരിച്ചു പോകുന്നത് കണ്ടുകൊണ്ടായിരിക്കും ശരത്ത് അവിടേക്ക് കയറി വരുന്നത്. ശ്രുതിയും മീരയും ആണെങ്കിൽ അവനെ കാണുന്നുമില്ല. ശരത്താണെങ്കിൽ ഇവരെന്താണ് ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരനോട് പോയി ചോദിക്കുമ്പോ കൂട്ടുകാരൻ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്യാഷ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ കൂട്ടുകാരൻ പറയുമ്പോ ശരത്തിന് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരന്റെ മോളായ ഇവളെന്തിനാ വല്ലവരുടെയും കയ്യിൽ നിന്നും ക്യാഷ് കടം വാങ്ങിക്കുന്നത് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ചില വശപിശകുകളൊക്കെ തോന്നുന്നുണ്ട് ശരത്തിന്.
അങ്ങനെ തന്റെ സ്വപ്നമായിരുന്ന പാർലർ വിറ്റ് ആ താരം തിരിച്ചെടുക്കാനുള്ള പൈസ മുഴുവനും ചന്ദ്രമതിക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് ശ്രുതി. ആ സമയം ചന്ദ്ര ശ്രുതിയോടായിട്ട് പറയുന്നത്, മോളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണം മോൾ എനിക്ക് ഈ പണം തരാൻ. എല്ലാവരും മോളെ ഒരുപാട് കുറ്റപ്പെടുത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി എല്ലാവരെയും ഹോളിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്രുതി ആ പണം ചന്ദ്രയെ ഏൽപ്പിക്കുകയാണ്. ഇത്രയും വലിയ തുക ഈ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ മോൾ എങ്ങനെ ഒപ്പിച്ചെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോ ശ്രുതി വീണ്ടും ഒരു കള്ളം തട്ടിവിടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും എന്റെ അച്ഛനോട് സംസാരിക്കില്ലെന്ന് കരുതിയതായിരുന്നു. പക്ഷെ ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ എന്റെ എല്ലാ വാശിയും മാറ്റിവെച്ച് അച്ഛനോട് കാര്യം പറഞ്ഞു. വിവരമറിഞ്ഞ അച്ഛൻ ഉടനെ തന്നെ എനിക്ക് പണം അയച്ചു തരികയായിരുന്നെന്നൊക്കെ പറയുകയാണ് ശ്രുതി. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്താ, ശ്രുതിയും അച്ഛനും തമ്മിലുള്ള വഴക്ക് ഇതോടുകൂടി തീർന്നു കിട്ടിയല്ലോ എന്നൊക്കെ ഓർത്ത് സന്തോഷിക്കുകയാണ് ചന്ദ്രമതി.